ഓൺലൈൻ ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ഇടപാടുകാർ ബന്ദിയാക്കിയ യുവാവിനെ പോലീസ് മോചിപ്പിച്ചു. മലപ്പുറം എടവണ്ണയിലാണ് സംഭവം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച 5 പേർ അറസ്റ്റിലായി. വിവരങ്ങൾ നൽകാനായിട്ട് സോണൽ കൃഷ്ണ ഉണ്ട്. സോണൽ, എന്തായാലും ഈ ഓൺലൈൻ ട്രേഡിംഗ് കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ വ്യാപിച്ചു വരുന്നൊരു സാഹചര്യം. ഇന്നലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിലായെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിന് പ്രധാനമായി പറയേണ്ടത് ഈ ഓൺലൈൻ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട കേസിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ ഇടപാടുകാരനെ ബന്ദിയാക്കിയ യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് മോചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ ബന്ദിയാക്കപ്പെട്ടയാളെ പോലീസ് എത്തി മോചിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വണ്ടൂരിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ തടവിൽ കഴിയുകയായിരുന്നു ഈ യുവാവ്. ഇയാളെയാണ് പോലീസ് എത്തി രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. യുവാവിനെ തടവിൽ പാർപ്പിച്ചത് വിലപേശി നഷ്ടപ്പെട്ട പണം മേടിച്ചെടുക്കാനാണ് എന്നാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ നൽകുന്ന വിവരം. കാരണം ഇത്തരം തട്ടിപ്പുകൾ തുടർച്ചയായിട്ട് മലബാറിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ കൂടുതലും നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിൽ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ എടവണ്ണ ഐന്തൂർ സ്വദേശികളായിട്ടുള്ള അജ്മൽ, ഷർഫുദ്ദീൻ, അതുപോലെ തന്നെ അബൂബക്കർ, VP ഷർഫുദ്ദീൻ, വിപിൻ ദാസ് എന്നിവരാണ് ഈ അറസ്റ്റിലായ 5 പേര്. ഈ ഓൺലൈൻ ട്രേഡിംഗിൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇവർ ഈ യുവാവിനെ തുടർച്ചയായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യം, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് പിന്നീട് അവർ ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയതിന് ശേഷം ഇത്തരത്തിൽ വണ്ടൂരിലെ ഒരാളൊഴിഞ്ഞ വീട്ടിൽ ഇയാളെ തടവിൽ പാർപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു വാങ്ങണം എന്നായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ അത് പോലീസിൽ പരാതി ലഭിച്ചതോടുകൂടി അന്വേഷണം ശക്തിപ്പെടുത്തി ആ ഒരു പദ്ധതി പാളിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ഇതിൽ കണ്ണികൾ കൂടി വരുന്ന ഒരു സാഹചര്യം. ഇന്നലെ 2 പേർ അറസ്റ്റിലായിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ 5 പേരാണ്. അപ്പോൾ ഈ തട്ടിപ്പിന് ഇരയായവരുടെ എണ്ണവും കൂടി വരികയല്ലേ? തീർച്ചയായിട്ടും. കാരണം പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഓൺലൈൻ ആവട്ടെ, അതുപോലെ തന്നെ ട്രേഡിംഗ് തട്ടിപ്പുകളാവട്ടെ, തുടർച്ചയായിട്ട് ഓരോ ഫ്രോഡുകളും പുറത്തു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം തട്ടിപ്പിന് ഇരയായവർ തുടർച്ചയായിട്ട് പരാതിയുമായി രംഗത്തെത്തുന്നതോടെയാണ് ഇത്തരം സംഭവങ്ങൾ പുറം ലോകം അറിയുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഓൺലൈൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു രീതി, അത് തീർച്ചയായിട്ടും OTP തട്ടിപ്പ്, അതുപോലെ തന്നെ ആർമി ഫ്രോഡ് തുടങ്ങിയ പല തട്ടിപ്പുകളുടെയും ലിസ്റ്റിൽ ഇത്തരം ഒരു സംഭവം കൂടി എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ വഞ്ചിക്കപ്പെടുന്നത് സാധാരണക്കാരാണ് എന്നുള്ളതും പ്രധാനമായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ജാഗ്രത വേണം എന്നുള്ളതാണ്. 1930 എന്നുൾപ്പെടെയുള്ള നമ്പറിൽ കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പണം നഷ്ടപ്പെട്ട ഉടനെ വിളിച്ചറിയിക്കേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ ഈ പണം നമുക്ക് തിരിച്ചു ലഭിക്കാൻ വേണ്ട ആദ്യഘട്ട പടികൾ പൂർത്തിയാകൂ എന്നുള്ളത് ഉൾപ്പെടെ വിശദീകരണവുമായി പോലീസ് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള മോട്ടിവേഷനും അല്ലെങ്കിൽ ഇതുമായി ബോധവൽക്കരണവുമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ പോലീസ് എത്തുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും ഇത്തരക്കാർ, അതായത് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകാർ സജീവമാകുന്നു എന്ന് പറയുമ്പോൾ അത് സാധ്യതകളെ പാടെ തള്ളുന്ന ഒരു സ്ഥിതിയാണ്. മലബാറിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതൽ നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുമ്പോൾ തന്നെ അറസ്റ്റുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ മലപ്പുറം എടവണ്ണയിലും സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ഓൺലൈൻ ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ഇടപാടുകാർ ബന്ദിയാക്കിയ യുവാവിനെ പോലീസ് മോചിപ്പിച്ചു. മലപ്പുറം എടവണ്ണയിലാണ് സംഭവം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച 5 പേർ അറസ്റ്റിലായി. സോണലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.